തിരുവനന്തപുരം മാറ്റിങ്ങലിൽ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ MDMA കടത്താൻ ശ്രമിച്ച 3 പേർ പിടിയിലായി. ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി വിപിൻ, പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവരാണ് പിടിയിലായത്. 51 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകും. അമൽ, കെ.എസ്.ആർ.ടി.സിയിലാണ് ലഹരിക്കടത്ത്. എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? കെ.എസ്.ആർ.ടി.സി ബസ്സിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ആറ്റിങ്ങലിൽ വെച്ചാണ് ഈ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തുമ്പോൾ അതിൽ ഈ MDMAയുമായി 3 യുവാക്കൾ ഉണ്ട് എന്ന കാര്യം അറിയുന്നത്. ഇവർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഈ MDMA കടത്താനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ആറ്റിങ്ങൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റേഷനിൽ വെച്ച് ബസ് തടയുകയായിരുന്നു. 51 ഗ്രാം MDMA ആണ് നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഡാൻസ് ഓഫ് ടീം ഇവരെ പിടിക്കുമ്പോൾ ചിറയൻകീഴ്, കഠിനംകുളം, പാലക്കാട് സ്വദേശികളായിട്ടുള്ള 3 ആളുകളാണ് ഉണ്ടായിരുന്നത്. ചിറയൻകീഴ് സ്വദേശിയായ സുമേഷ്, അതോടൊപ്പം തന്നെ കഠിനംകുളം സ്വദേശി ജിഫിൻ, പാലക്കാട് സ്വദേശി അനു എന്നിവരാണ് MDMA ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ പിടികൂടുന്നത്. ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ആർക്ക് കൊടുക്കാനാണ് MDMA തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊറിയറിലടക്കം ഈ ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം മേഖലയിൽ നിന്നെല്ലാം കഞ്ചാവ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് MDMA പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തു വന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ടീമിന്റെ വിശദമായ പരിശോധന ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ 3 പേർ പിടിയിലായിരിക്കുന്നത്.